ഉയരം കുറവാണെന്ന് കരുതി ഞങ്ങൾക്കിപ്പോൾ അഡ്വഞ്ചർ ബൈക്കുകൾ ഓടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഇത്തരക്കാർക്കുള്ള കുറച്ച് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം, ബാലൻസ് ചെയ്തിരിക്കും. സോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്താൽ ഒരു പവർ എടുക്കേണ്ടതായിട്ട് വരും. ഇന്ത്യയിലെ മിക്ക വീടുകളിലും ഒരു ഹീറോ ബൈക്കെങ്കിലും ഉണ്ടാവും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹീറോ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് റിലയബിലിറ്റിയാണ്. ഹീറോയുടെ ബൈക്കുകൾ എത്ര നാൾ വേണമെങ്കിലും ഓടിക്കോളും എന്നൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. രണ്ടാമതായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സർവീസ് നെറ്റ്വർക്കാണ്. കേരളത്തിലെ ഏത് ഗ്രാമത്തിൽ ചെന്നാലും ഒരു ഹീറോയുടെ സർവീസ് സെൻ്ററോ അല്ലെങ്കിൽ അതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടുന്ന കടയോ ഉണ്ടാകും. പഴയതുപോലെ വെറും മൈലേജ് ബൈക്കുകൾ മാത്രമല്ല ഹീറോ എന്ന് നിർമ്മിക്കുന്നത്. ഹീറോയുടെ ഒരു അഡ്വഞ്ചർ സെഗ്മെൻറ്റ് ബൈക്കാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്. അഡ്വഞ്ചർ ബൈക്കുകൾ എന്ന് കേൾക്കുമ്പോൾ ഉയരം കുറഞ്ഞ റൈഡേഴ്സിൻ്റെ ഉള്ളിൽ പേടിയുണ്ട്. സീറ്റ് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് വണ്ടി ബാലൻസ് ചെയ്യാൻ പറ്റുമോ, ട്രാഫിക്കിലൊക്കെ കുടുങ്ങി പോകുമോ എന്നുള്ളൊരു പേടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ബൈക്കിൻ്റെ വിശേഷങ്ങളോടൊപ്പം ഷോർട്ട് റൈഡേഴ്സിന് എങ്ങനെ ടോളായിട്ടുള്ള ബൈക്കുകൾ ഹാൻഡിൽ ചെയ്യാം അതിനുള്ള കുറച്ച് ടിപ്പുകളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മോട്ടോർ നോയ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഹീറോ എക്സ്പൾസ് 210. ഇന്നത്തെ കാല് കുത്താൻ എത്തണതായി. ഹീറോ എക്സ്പൾസ് 200 നിന്ന് പുതിയ എക്സ്പൾസ് 210 എത്തുമ്പോൾ ഡിസൈനിലും പെർഫോമൻസിലും വലിയൊരു അപ്ഗ്രേഡ് തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. പുതിയ ഫ്രെയിമും നല്ലൊരു സ്റ്റാൻഡ്സ് എല്ലാം ഈ ഒരു ബൈക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പഴയ ഡയമണ്ട് ഫ്രെയിമിന് പകരം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള സെമി ഡബിൾ ക്രാഡിൽ ഫ്രെയിമാണ് പുതിയ 210 കമ്പനി കൊടുത്തിരിക്കുന്നത്. ഇത് ബൈക്കിന് കുറച്ചുകൂടെ ഒരു മസ്കുലർ ആയുള്ള ഒരു അപ്പിയറൻസ് നൽകുന്നുണ്ട്. ബൈക്കിൻ്റെ ഹെഡ്ലാമ്പിൻ്റെ ഭാഗത്തിട്ട് നോക്കുമ്പോൾ പഴയ എക്സ്പൾസിൽ സാധാരണ LED പകരം 210 ക്ലാസ് D LED പ്രൊജക്ടർ ഹെഡ്ലാമ്പുകളാണ് വരുന്നത്. കൂടെ പുതിയ ഡിസൈനിലുള്ള സിഗ്നേച്ചർ LED ടെയിൽ ലാമ്പും ബൈക്കിൻ്റെ ആ ഒരു പ്രീമിയം ലുക്ക് ഒന്നുകൂടെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരു 4.2 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു ബൈക്കിൽ കാണാം. പ്രോ വേരിയൻറ്റിൽ വരുന്ന കളർ TFT ഡിസ്പ്ലേയും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അതുപോലെ തന്നെ 10x10 നാവിഗേഷൻ എന്നിവയും ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ബേസ് മോഡലിലേക്ക് നോക്കുമ്പോൾ LCD ഡിസ്പ്ലേ ആണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. ലുക്ക് വൈസ് പഴയ ബൈക്കിൽ നിന്നും എൻ്റയർലി ഡിഫറൻ്റ് ആണ് പുതിയ എക്സ്പൾസ് എന്ന് നമുക്കറിയാം. 13 ലിറ്ററാണ് ബൈക്കിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. കുറച്ചുകൂടി വലിപ്പമുള്ളതും ഷാർപ്പായതുമായ ബോഡി പാനലുകൾ ഇതിനൊരു ബിഗ് ബൈക്ക് ഫീൽ നൽകുന്നുണ്ട്. ഏകദേശം ഒരു 30-നും 37-നും ഇടയ്ക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു ബൈക്കിന് മൈലേജ് പറയുന്നത്. 830 mm ആണ് ബൈക്കിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. ഈ ഒരു ബൈക്കിനകത്ത് ഇപ്പോൾ റാലി സീറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ സീറ്റിനേക്കാൾ ഏകദേശം 20 mm മുതൽ 30 mm വരെ കൂടുതൽ ഉയരം റാലി സീറ്റുകൾക്ക് ഉണ്ടാവും. ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സീറ്റാണ്. ഞാൻ 164 സെൻറ്റിമീറ്ററാണ്, എനിക്ക് അപ്പുറത്തും കാലും വരേക്ക് എത്തുന്നില്ല. ബൈക്കിലൊരു എക്സ്റ്റേണൽ ക്രാഷ് ഗാർഡ് നമുക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ ക്രാഷ് ഗാർഡ് എപ്പോഴും ചെറുതായിരിക്കും. എക്സ്റ്റേണൽ ക്രാഷ് ഗാർഡുകൾ എഞ്ചിൻ മുതൽ ടാങ്ക് വരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. ബൈക്കിൻ്റെ പവർ ഫിഗേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 210 cc ലിക്വിഡ് കൂൾഡ് DOHC എഞ്ചിനാണ് ഈ ഒരു ബൈക്കിന് കരുത്ത് നൽകുന്നത്. ഇത് 24.2 bhp 9250 RPM-ലും 20.7 Nm ടോർക്ക് 7250 RPM-ലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ബൈക്കിൻ്റെ പവർ ഫിഗേഴ്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബൈക്കിനൊരു ഹൈ RPM ഫോക്കസ്ഡ് എഞ്ചിനാണുള്ളത്. ഇതിന് പവർ വരുന്നത് ഏകദേശം 7000 RPM-ന് മുകളിലാണ്. സോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്താൽ ഒരു പവർ എടുക്കേണ്ടതായിട്ട് വരും. ബൈക്കിൽ നോറിഫ്യൂമയുടെ എക്സോസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ സിസ്റ്റം ആയിട്ടാണ് വരുന്നത്. ആ ഒരു സൗണ്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വിത്ത് DB ആണ് കിടക്കുന്നത്. വിത്തൗട്ട് DB കുറച്ചുകൂടെ ലൗഡാണ്. ജമ്പൊന്നും കണ്ട ആരും പേടിക്കണ്ട. ഫസ്റ്റ് ടൈമാണ്, കൂടാണ്ട് നമ്മുടെ ബൈക്കല്ലല്ലോ, അതിൻ്റേതായ പരിമിതികളുണ്ട്. ബൈക്കിലൊരു ആഫ്റ്റർ മാർക്കറ്റ് ഹാൻഡിൽ ബാർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കംഫർട്ട് നൽകുന്ന ഹാൻഡിൽ ബാറാണ് കേട്ടോ അത്.
ബൈക്കിൻ്റെ ഹെഡ് ലാമ്പിന് താഴെയായിട്ട് ഒരു മെറ്റൽ റെയിൽ നമുക്ക് കാണാൻ കഴിയും. ഓഫ് റോഡിങ്ങിൻ്റെ ഇടയ്ക്ക് വണ്ടി ചെളിയിലൊന്ന് താന്നു പോയി കഴിഞ്ഞാൽ വലിച്ചു കയറ്റാനൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ബൈക്കിൻ്റെ ഫുഡ് പെഗിൽ മുകളിലായിട്ടൊരു റബ്ബർ പാഡിങ് ഉണ്ടാവും. സിറ്റി റൈഡിങ്ങിനും ഓഫ് റോഡിനും അനുസരിച്ച് ഇത് നമുക്ക് ആഡ് ചെയ്യും റിമൂവ് ചെയ്യുകയും ചെയ്യാം. ഹിമാലയൻ 450 വരെ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് സിറ്റി റൈഡിങ്ങിനും ഹൈവേ ടൂറിങ്ങിനും ഒപ്പം ഹാർഡ് കോർ ഓഫ് റോഡിങ്ങിനും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നൊരു ഓൾറൗണ്ടർ അഡ്വഞ്ചർ ബൈക്കാണ് ഹീറോ എക്സ്പൾസ് 210. ഇനി നമ്മൾ പറയാൻ വന്ന മെയിൻ കാര്യത്തിലേക്ക് കിടക്കാം. ഇത് ഷോർട്ട് റൈഡേഴ്സിന് വേണ്ടിയിട്ടുള്ള വണ്ടിയാണോ? സാധാരണ ബൈക്കുകളിൽ ഇരിക്കുന്ന പോലെയല്ല ഈ ഒരു ബൈക്കിലിരിക്കുന്നത്. ഇതിൻ്റെ സസ്പെൻഷൻ ട്രാവൽ കൂടുതലായതുകൊണ്ട് വണ്ടിയിലിരിക്കുമ്പോൾ ഹൈറ്റ് കുറച്ച് താഴെയെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായതുകൊണ്ട് വണ്ടി കുറച്ച് ടോളാണ്. ഉയരം കുറവാണെന്ന് കരുതി നിങ്ങൾക്കിപ്പോൾ അഡ്വഞ്ചർ ബൈക്കുകൾ ഓടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഇത്തരക്കാർക്കുള്ള കുറച്ച് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. 1 ഫുട്ട് റൂള്, അതായത് ഒരേ സമയം ഒരിക്കലും 2 കാലം നിലത്ത് കുത്തിക്കാൻ നോക്കരുത്. ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിച്ച് ലെഫ്റ്റ് സൈഡിലെ കാലം നിലത്ത് കുത്തിയിട്ട് റൈറ്റ് സൈഡിലെ കാലം കൊണ്ട് ബ്രേക്ക് അമർത്തി വണ്ടി അങ്ങനെ ബാലൻസ് ചെയ്തിരിക്കുക. നല്ല സോളുള്ള റൈഡിംഗ് ബൂട്ടുകൾ ഉപയോഗിക്കാം. റൈഡറിന് ഏകദേശം ഒരു 1-2 ഇഞ്ച് അധികം കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും. വണ്ടി മൂവ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ഉയരൊരു പ്രശ്നമല്ല. സ്ലോ സ്പീഡിൽ വണ്ടി ബാലൻസ് ചെയ്യാൻ പഠിക്കുക എന്നതാണ് പ്രധാനം. ഹിമാലയൻ 450 വെച്ച് നോക്കുമ്പോൾ എക്സ്പൾസ് കുറച്ചുകൂടെ സ്ലിം ആയിട്ടുള്ള ബൈക്കാണ്. ഹിമാലയനിൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ എക്സ്പൾസിൽ ഒരു ഓപ്ഷൻ ഇല്ല. എന്നിരുന്നാലും ബൈക്കിന് അത്ര വെയിറ്റ് വരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇത് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഹൈറ്റിൻ്റെ പേടിയുള്ളവരാണെങ്കിൽ ആദ്യം തന്നെ ബൈക്കിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക. പിന്നെ വണ്ടി നമ്മളെ അല്ലല്ലോ, നമ്മൾ വണ്ടിയാണല്ലോ ഓടിക്കുന്നത്. ഈ ഒരു കോൺഫിഡൻസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഏതൊരു അഡ്വഞ്ചർ ബൈക്കുകളെയും പേടി കൂടാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉയരം കുറവാണെന്ന് കരുതി എക്സ്പൾസ് 200 വേണ്ടെന്ന് വെക്കേണ്ടതിൻ്റെ ആവശ്യതയില്ല. ബൈക്കിൻ്റെ നെഗറ്റീവ്സിലേക്ക് പോകുമ്പോൾ എനിക്ക് ആദ്യം എടുത്തു പറയാൻ തോന്നിയ ഒരു കാര്യം ബൈക്കിൻ്റെ വെയിറ്റാണ്. ഹിമാലയൻ്റെ അത്ര വെയിറ്റ് ഇല്ല, എന്നിരുന്നാലും പഴയ എക്സ്പൾസിൻ്റെ പ്രധാന ആകർഷണം എന്നത് അതിൻ്റെ ആ ഒരു ലൈറ്റ് വെയിറ്റ് ബോഡിയായിരുന്നു. 210 നോക്കുമ്പോൾ പുതിയ ലിക്വിഡ് കൂൾഡ് എഞ്ചിനും അനുബന്ധ മാറ്റങ്ങളൊക്കെ വന്നതോടുകൂടി ബൈക്കിന് വെയിറ്റ് കൂടിയിട്ടുണ്ട്. വണ്ടി ഒന്ന് വീണു പോയി കഴിഞ്ഞാൽ പിടിച്ച് വെക്കാനൊക്കെ ആയിട്ട് കുറച്ച് പ്രയാസമാണ്. ബൈക്കിൽ ട്യൂബ് ടയറുകളാണ് വരുന്നത്, ട്യൂബ്ലെസ് ടയറുകളല്ല. നമ്മൾ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ഒരു പഞ്ചറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് തൊല്ലാപ്പായേക്കാം. കരീഷ്മയിൽ നമ്മൾ കണ്ട അതേ എഞ്ചിനാണ് ഈ ഒരു ബൈക്കിലും വരുന്നത് എന്നുകൊണ്ട് തന്നെ ഹൈ RPM-ലേക്ക് കയറുമ്പോൾ നല്ലൊരു വൈബ്രേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഹാൻഡിൽ ബാറിൻ്റെയും ഫുഡ് ബാഗിൻ്റെയും ഭാഗത്തേക്ക്. ബൈക്കിൻ്റെ വിൻഷീൽഡ് തീരെ ചെറുതാണ്. മാത്രമല്ല ഹീറോയുടെ മിക്ക ബൈക്കുകളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഫിനിഷിംഗ് ക്വാളിറ്റി. സ്വിച്ച് ഗിയറുകളുടെ ക്വാളിറ്റി കുറവും പാനൽ ഗ്യാപ്പുകളും ചില എക്സ്പൾസ് ഓണേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് എക്സ്പൾസ് 210 എടുക്കേണ്ടത്? ഇന്ത്യയിൽ ഓഫ് റോഡിംഗ് പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ. ബൈക്കിന്റെ സസ്പെൻഷനും വീണാൽ അധികം കേടുപാടുകൾ സംഭവിക്കാത്ത ബോഡി ഡിസൈനും പുതിയ റൈഡേഴ്സിന് ഉപകാരപ്രദമായിരിക്കും. വീക്കെൻഡ് റൈഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ആഴ്ചയിൽ 5 ദിവസം ജോലി ചെയ്ത് ശനിയും ഞായറും അടുത്തുള്ള മലനിരയിലേക്കോ കാട്ടിലേക്കൊക്കെ ട്രിപ്പ് പോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക് സിറ്റി ട്രാഫിക്കിൽ ഓടിക്കാൻ എളുപ്പമാണ്, അതേസമയം ഓഫ് റോഡിലും ഇവൻ പുലിയാണ്. ഒരു പ്രാക്ടിക്കൽ ടൂറർ ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മെയിൻ്റെനൻസ് ചിലവ് കുറവാണ്. വലിയ പ്രീമിയം ബൈക്കുകളെ പോലെ, അതായത് ഹിമാലയൻ 450 പോലെ അത്ര ചിലവ് ഈ ഒരു ബൈക്കിൻ്റെ സർവീസിലോ സ്പെയർ പാർട്സിലോ വരുന്നില്ല. മോഡിഫിക്കേഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് റാലി കിറ്റ് വെച്ചോ ടയർ മാറ്റിയോ കുറഞ്ഞ ചിലവിലൊരു പ്രോ ഓഫ് റോഡ് ലുക്ക് ഈ ഒരു ബൈക്കിന് നമുക്ക് നൽകാൻ സാധിക്കും. നിങ്ങളൊരു തുടക്കക്കാരനാണ്, കുറഞ്ഞ ചിലവിൽ എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റിയൊരു ഓൾറൗണ്ടർ ബൈക്ക് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ എക്സ്പൾസ് 210 നിങ്ങൾക്കുള്ളതാണ്. ഓഫ് റോഡിങ് പഠിക്കാൻ ഇതിൽ മേജർ സ്കൂളില്ല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെ സ്മൂത്തായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു സസ്പെൻഷനാണ് ബൈക്കിനുള്ളത്. ചെറിയ കുഴികളിലും കല്ലുകളിലും കയറി ഇറങ്ങുമ്പോൾ റൈഡർക്ക് വലിയ കുലുക്കം കിട്ടില്ല. എന്നിരുന്നാലും ഒരു ഹൈ സ്പീഡിൽ കോർണറിംഗ് ഒക്കെ എടുക്കുന്ന സമയത്ത് ബൈക്കിന് ബൗൺസിനെസ് വരാൻ ചാൻസ് ഉണ്ട്. ക്ലച്ച് ഫീലും നല്ല സ്മൂത്താണ്. പഴയ മോഡലിനെ അപേക്ഷിച്ച് ക്ലച്ച് ലിവർ അമർത്താനൊക്കെ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ബൈക്കിൽ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചും കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ എക്സ്പൾസ് 210 വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ബൈക്കിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഈ ഒരു ബൈക്ക് ഓൺ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അതൊരു ഉപകാരമായിക്കോട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് വിശാൽ വിജയൻ സൈനിങ് ഓഫ് ഫോർ മോട്ടോ ന്യൂസ് മലയാളം. താങ്ക് യു.